ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ ആരോപണങ്ങളുടെ ആ ഒരു ആഘാതത്തിൽ നിന്ന് സർക്കാർ ഇതുവരെ മുക്തമായിട്ടില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ മോഷണം കുറ്റം ആരോപിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ ഒരു വാർത്താ സമ്മേളനം അടക്കം നടത്തി, ഉപകരണങ്ങൾ കാണാനില്ലെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി നൽകി. അതായത് ഇത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ്, അപ്പോൾ അതിൽ പൈസ ഒരുപാടാകുമെന്ന് കരുതി തിരിച്ച് വാങ്ങി തൻ്റെ മുറിയിൽ വെച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു, അദ്ദേഹത്തെ മോഷണക്കുറ്റം ആരോപിക്കുന്നു, അദ്ദേഹത്തിനെതിരെ നടപടികളുമായി മുന്നോട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം കേരളീയ പൊതുസമൂഹം നിലനിൽക്കുന്നു, അദ്ദേഹത്തിനൊപ്പം എല്ലാവരും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ്, പരാതി അവസാനിപ്പിക്കാൻ പോകുന്നു, ഇത് എഴുതി തള്ളുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ല, സർക്കാർ നേരത്തെ എഴുതി തള്ളേണ്ടതല്ലേ? കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആദ്യം ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ജോലി സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനുമാണ്. ഇതെല്ലാം പറഞ്ഞ മന്ത്രി പിന്നീടാണ് അതിനെതിരെ തിരിയുന്നത്. പിന്നീട് ഇതിനെതിരെ തിരിയുന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തെ ചുറ്റിയാണ് പിന്നീട് വീണ ജോർജിൻ്റെ സഞ്ചാരം. അതെ, അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡോക്ടർ ഹാരിസിൻ്റെ ഈ പൊതുപ്രഖ്യാപനം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള പ്രഖ്യാപനമാണ്. അതെ, അത് മാത്രമല്ല, നമ്മൾ നമ്പർ 1 നിൽക്കുന്ന സമയത്ത് അതിനെ താഴെ അടിച്ച് താഴ്ത്തിടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രസ്താവന കൂടിയായിട്ട്, എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ പരിഹസിക്കുന്ന പ്രസ്താവനയാണത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ആ വായന പിന്തുടർന്നതാണ് ആരോഗ്യമന്ത്രി ചെയ്തത്. അങ്ങനെയല്ല ആരോഗ്യമന്ത്രി ആ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്. കാരണം പിണറായി വിജയനേക്കാൾ വളരെ നന്നായിട്ട് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിക്ക് അറിയാം. കാരണം ആരോഗ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്കും, മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള പഴയ SFI നേതാവൊക്കെ ആയിട്ടുള്ള ആൾ എന്ന നിലക്കൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയേണ്ടതാണല്ലോ. അങ്ങനെ അവർ കൃത്യമായിട്ട് അവർക്ക് ആദ്യം തോന്നിയ ബോധ്യം അതാണല്ലോ ശരിയായിട്ടുള്ള കാര്യം, ആ നിലപാടിൽ നിൽക്കേണ്ടതാണ്. അല്ലാണ്ട് പിണറായിയുടെ പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ പോയതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങളായിട്ട് അത് മാറിയത്. കാരണം ഡോക്ടർ ഹാരിസിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ അതിനകത്ത് നടന്നു. അവിടെയാണ് ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇടതുപക്ഷം ബ്യൂറോക്രസിയുടെ ഒരു അടിമയായോ വിധേയമായോ പ്രവർത്തിക്കുന്നു. അപ്പോൾ ബ്യൂറോക്രസിക്ക് വിധേയമായ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് വലതുപക്ഷത്തിനേക്കാൾ വൃത്തികെട്ടതാണ്. അതാണ് പ്രശ്നം. കാരണം ബ്യൂറോക്രസി എന്ന് പറയുന്നത് രക്തമില്ലാത്തതായ ഇരുമ്പ് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംവിധാനം. മനുഷ്യൻ്റെ ചോര കുടിക്കലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ചോര കുടിക്കുന്ന ബ്യൂറോക്രസിക്ക് വിധേയമായി നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഗവൺമെൻറ് ഇപ്പോൾ ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്നത്. ഒളിച്ചോട്ടമാണ് ശരിക്കും പറഞ്ഞത്. നിരന്തരമായിട്ട് കുറേ ദിവസമായിട്ട് തുടരുന്ന ഒരു കാഴ്ചയാണ്. അവസാനം ഇതിൽ അന്വേഷണം നടത്തിയ സമയത്ത് ഇത് ഡോക്ടർ ഹാരിസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഡോക്ടർ ഹാരിസിനെ കള്ളൻ എന്ന് വിളിക്കുന്നതിന് തുല്യമായ രീതിയിലായി വന്നു. ഹാരിസ് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ ഉപകരണം എന്ന് പറയുന്നത് നന്നാക്കാൻ കൊടുത്തിരുന്നതായിരുന്നു. അത് നന്നാക്കാൻ കൊണ്ടുപോയ സ്ഥാപനവും അതിന് സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ അന്വേഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി അതിൻ്റെ അകത്തൊക്കെ കടന്നു. അത് ഈ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള സ്ഥലത്ത് നിലനിൽക്കുന്ന ബ്യൂറോക്രസിയാണ്. ആ ബ്യൂറോക്രസിയുടെ പ്രത്യേകം അത് അഴിമതിയുടെ ബ്യൂറോക്രസിയാണ്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിലും മരുന്ന് വാങ്ങുന്നതിലുമൊക്കെ വൻ അഴിമതി നടത്തുന്ന ലോബി അവരാണ്. ആ ലോബിയാണ്, അധോലോകമാണ്. അത് ഇടതുപക്ഷ സർക്കാർ മാറി വലതുപക്ഷ സർക്കാർ വന്നാലും അവർ തന്നെയായിരിക്കും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജുകളെയും അതേപോലെ തന്നെ ആരോഗ്യ രംഗത്തെയും സമ്പൂർണ്ണമായിട്ട് അടക്കി ഭരിക്കുന്ന ഈ ലോബിക്കെതിരെ, ഈ മാഫിയക്കെതിരെയാണ് വീണ ജോർജ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ചൂണ്ടുവിരൽ നീളേണ്ടത്. അതിന് പകരം അവരെ സംരക്ഷിച്ച് നിർത്തുക. എന്തിനാണ് നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നത്? കാരണം അവർ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ്, നിങ്ങൾ മാറുന്നവരാണ്. കാരണം വീണ ജോർജ് മാറി വേറെ ഏതെങ്കിലും മന്ത്രിയായിരിക്കും അടുത്ത ടൈമിൽ വരുന്നത്. അപ്പോൾ
അതുപോലെ ശൈല ടീച്ചർ ഉണ്ടായിരുന്നു, അവർ മാറി ആണ് വീണ ജോർജ് വരുന്നത്. ഈ മന്ത്രിമാരൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഭരണം മാറിയില്ലെങ്കിൽ പോലും, ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണെങ്കിൽ പോലും അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു കാലത്തും മാറാതെ ഈ കസേരകൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന അട്ടകളാണ് ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ. അതിൻ്റെ പ്രതിനിധികളെന്ന നിലക്കാണ് നിങ്ങൾ ഈ സൂപ്രണ്ടിനെ കൊണ്ടുവരുന്ന എല്ലാ സ്ഥലത്തും. ഇവിടെ മാത്രമല്ല, സൂപ്രണ്ട് വീണ ജോർജിനെ ചതിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് തകർന്ന സമയത്തും വീണ ജോർജിനെ തകർത്തത് യഥാർത്ഥത്തിൽ ഈ സൂപ്രണ്ട് തന്നെയാണ്. അവിടുത്തെ ഒരു സൂപ്രണ്ടാണ് പറഞ്ഞത് എന്താണ്, അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല, അവിടെ മനുഷ്യരും പോകാത്ത സ്ഥലമാണ് എന്ന്. അങ്ങനെയാണ് എന്താണ് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതിന് താഴെ ഒരു സ്ത്രീ ഞെങ്ങി ഞെരുങ്ങി മരിച്ചത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കണ്ടാലൊന്നും ഇവർ പഠിക്കില്ലേ? ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്താണ് സാമാന്യ ബോധമില്ലേ? കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അത് വലിയ പ്രശ്നമാണ്. ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാത്ത മന്ത്രിമാര് നമ്മളെ ഭരിച്ചാൽ നമ്മളുടെ ഗതി അധോഗതി. അതാണ് ഡോക്ടർ ഹാരിസിന്റെ ഈ പാഠം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സർക്കാർ മാറണം അല്ലേ? അല്ല, പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പറയുമ്പോൾ അതിന് പരിഹാരം കാണുന്ന, അല്ലെങ്കിൽ അത് സമ്മതിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആളിനെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സംവിധാനം, അത് എപ്പോൾ മാറും? അത് അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഈ ബ്യൂറോക്രസിയുടെ ഒരു പാർട്ടാണ്. കാരണം അവരാണ് ഇതെല്ലാം ഭരിക്കുന്നത്. ഇവർ ഈ രാഷ്ട്രീയ നേതാക്കൾ വരികയും പോവുകയും ചെയ്യും. രാഷ്ട്രീയ നേതാക്കളെ ഇവർ ആട്ടി ഓടിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ച് അവർ പണം ഉണ്ടാക്കുന്നു. അങ്ങനെ അഴിമതി കേന്ദ്രത്തിനെതിരെ തിരിയാനായിട്ട് എന്താ ഇവർക്ക് ചങ്കുറപ്പില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു, എത്ര വ്യക്തമായിട്ടുള്ളൊരു വിഷയമാണ് ചൂണ്ടിക്കാണിച്ചത്. അവിടെ കൃത്യമായിട്ട് ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല, അതുകൊണ്ട് കൃത്യമായ ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുന്നില്ല. ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നവന് അധസ്ഥിതരായ മനുഷ്യരാണ്, ശരിക്കും പറഞ്ഞാൽ അനാഥരായിട്ടുള്ള മനുഷ്യരാണ്, ദരിദ്രരാണ്. ഇതിനു വേണ്ടി നിൽക്കുന്ന സർക്കാരിലെ ഈ സർക്കാർ ഇതിൽ നിന്ന് ശ്രദ്ധിച്ചൂടെ എന്നല്ലേ ഡോക്ടർ ഹാരിസ് ചോദിച്ചത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതൊന്ന് കേൾക്കാനായിട്ടുള്ള ഒരു ചെവിവട്ടം അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവര് എടുത്തു വെച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും ഇത്തരം വലിയ നാറ്റത്തിലേക്കും ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയും പോകില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ മൂടാനായിട്ട് മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും ചപ്പുചവറുകൾ നൽകുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ വീണ ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും അവർ തിരിച്ചറിയുക. കേസൊക്കെ എഴുത്തള്ളി ഹാരിസിനെ മാലയിട്ട് സ്വീകരിക്കും നിങ്ങൾ. ഇങ്ങനത്തെ ഡോക്ടർമാരാണ് നമുക്ക് കേരളത്തിന് വേണ്ടത്, ഇവരാണ് നമ്മളുടെ ആത്മാവ്, ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും ഊർജവും എന്ന് പ്രഖ്യാപിച്ച് ഇതിൽ നിന്നൊക്കെ എങ്ങനെയും തടിയൂരി പോട്ടെ നമ്മുടെ വീണ ജോർജ്. അല്ലാതെ എന്താ പറയാനുള്ളത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.